ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറൈൻ ഡിസൈൻസ്. ഇനി ഞാൻ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമുക്ക് കട്ടിങ് സ്റ്റിച്ചിങ് മാത്രം പോരല്ലോ, നമ്മുടെ മിഷൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ മിഷന് പവർ മിഷൻ ഉപയോഗിക്കുന്നവർ ഈ മിഷന് വേണ്ടിയിട്ട് കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ മിഷനിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ പവർ മെഷീൻ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. കുറച്ച് ഡെയിലി റുട്ടീൻ എന്ന് പറയും പോലെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പല്ല് തേക്കൂലേ എന്ന് പറഞ്ഞ പോലെ എന്നും രാവിലെ നമ്മൾ തയ്ക്കാൻ കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ക്ലീനാക്കി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണിത് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മിഷൻ മൊത്തത്തിലൊന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താണ്. ഇത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്താണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി ആദ്യമായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഇത് നമ്മൾ റിവേഴ്സ് കെട്ടിട്ട് തയ്ക്കുന്നതാണ്. അതുപോലെ ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻട്രോ തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയുന്നു എന്നുള്ളൂ. നമുക്കിതിന് വേണ്ടിയിട്ട് പവർ പ്ലഗ് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സാധാ പ്ലഗ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സോക്കറ്റ് മേടിക്കാൻ കിട്ടും. ഒരു പ്ലഗ്, പവർ പ്ലഗിൻ്റെ സോക്കറ്റുള്ള ഒരു പ്ലഗ് മേടിക്കാൻ കിട്ടും, ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് നമുക്ക് ഈ പ്ലഗ് ഇതിനകത്തേക്ക് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി പവർ പ്ലഗ് ഇല്ലാത്തവർ വേറെ വയറിങ് ഒന്നും ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഇതുപോലെ 100-110 രൂപ റേഞ്ചിലുള്ള ഈ ഒരു പ്ലഗ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് സാധാരണ പ്ലഗിലേക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പവർ പ്ലഗ് പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സാധാ പ്ലഗിൽ തന്നെ ഇതുപോലൊരു സോക്കറ്റ് മേടിച്ച് ഫിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിൻ്റെ പവർ പ്ലഗ് കുത്തി ഓണാക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റ് തെളിയും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ P- എന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം സ്പീഡിലിടാം, അതുപോലെ മിനിമം സ്പീഡിലിടാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്ലസ് എന്നുള്ളതിനകത്ത് കൂട്ടാനും മൈനസ് എന്നുള്ളതിനകത്ത് കുറയ്ക്കാനും ഒക്കെ ഉള്ള സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ തയ്ക്കാൻ പാടാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ മെഷീനിലേക്ക് പവർ വരുന്ന ഈ 2 വയറാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ നമുക്ക് ഒരു കവറിങ് ഉണ്ട്. അത് ആദ്യമേ ഇതുപോലെ വലിച്ച് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പിന്ന് നമുക്കൊന്ന് പുറത്തേക്ക് ഒന്ന് ഞെക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് വലിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇത് ഒന്ന് സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ കവറിങ് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പയ്യെ വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ വയറ് വിടിയിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എററും കൂടി പറഞ്ഞു തരാം കേട്ടോ ഞാൻ. നമുക്ക് ഈ 6 എന്നുള്ളൊരു എറർ കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഈ വയറ് ലൂസായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു എറർ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രസ് ചെയ്യുമ്പോൾ ഒരു മുകളിൽ ഇത് നീങ്ങി നിൽക്കുന്ന കണ്ടില്ലേ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം, അത് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കാനും അതുപോലെ അതിനകത്തേക്ക് കുത്തി കൊടുക്കുമ്പോഴും. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ അതിൽ ലൂസ് വരികയാണെങ്കിൽ ഈ 6 എന്നുള്ള എറർ കാണിക്കും. നമ്മൾ മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ 6 കാണിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മെഷീൻ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു റെസ്റ്റാണ് ഞാൻ കാണിച്ചത്. ഈ കമ്പിയിൽ ഇവിടെ പിടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഒന്ന് മറിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചെരിച്ച് മറിച്ചിടാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അത് നമ്മൾ 2 സൈഡിലും പിടിച്ചിട്ട് അതിലേക്ക് മറിച്ചിടണം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പമ്പിങ് സിസ്റ്റം കാണാം, അതുപോലെ ഓയിൽ താഴെ ഉണ്ട്. അപ്പോൾ ഈ പമ്പിങ് സിസ്റ്റം ഒരു അരിപ്പ കണ്ടോ, ആ അരിപ്പ വഴി അരിച്ചിട്ടാണ് ഓയിൽ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതുപോലെ ഒരു നൂല് ഇതിനകത്ത് കിടപ്പുണ്ടാവും. അതൊന്നും ആരും അഴിച്ചെടുത്ത് കളയരുത്. അത് ഈ എണ്ണയിൽ ഡിപ്പ് ചെയ്ത് കിടക്കണം. ആ എണ്ണ ആ നൂല് വഴി കയറി ഇതിൻ്റെ എല്ലാ സ്ഥലത്തേക്കും ഈ ഭാഗത്തേക്കൊക്കെ വേണ്ടിയിട്ട് ആ നൂല് വഴിയാണ് അതിൻ്റെ ഓയിൽ ചെല്ലുന്നത് കേട്ടോ. ഈ ത്രെഡ് എപ്പോഴും ഈ ഓയിൽ ഡിപ്പ് ചെയ്തിരിക്കണം. ഈ ഷട്ടിലിൻ്റെ ഈ ഭാഗങ്ങളിലേക്കോ ഈ ജോയിൻറ്റുകളിലേക്കോ ഒക്കെ ഓയിൽ ചെല്ലുന്നത് ആ ത്രെഡ് വഴിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നേരത്തെ ആദ്യം മേടിച്ചൊരു മെഷീനിൽ ഞാൻ അതിൻ്റെ ത്രെഡ് എടുത്ത് കളഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ ക്യാൻ വഴിയാണ് അങ്ങോട്ടേക്ക് ഓയിൽ കൊടുക്കുന്ന ആ മെഷീനിൽ. അപ്പോൾ ഇതിനകത്ത് ഓയിലിന് 2 ലെവലുണ്ട്, ഒന്ന് ഹൈ ഒന്ന് ലോ. ആ ഹൈയുടെ ആ മാർക്കിങ് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒരിക്കലും ഒഴിക്കരുത്. അതുപോലെ തന്നെ ലോ എന്നുള്ള വര അതിൻ്റെ താഴെയുണ്ട്, അതിൻ്റെ താഴത്തേക്ക് ലെവല് കുറഞ്ഞു പോകുകയും ചെയ്യരുത് കേട്ടോ.
അതുപോലെ തന്നെ നമുക്ക് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഓയിലെടുത്ത് നമുക്ക് ഈ ഷട്ടിലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ച് ജസ്റ്റ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഷട്ടിലിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒരുപാട് പൊടികളുണ്ടാവും. അത് നമുക്ക് ചെറിയ സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഈ മെഷീൻ മേടിക്കുന്ന സമയത്ത് കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ച് ഇങ്ങനെ ഇടഭാഗത്തൊക്കെ ഇരിക്കുന്ന പൊടികൾ നമുക്ക് ക്ലീനാക്കി എടുക്കാം. അതുപോലെ അതിങ്ങനെ സ്റ്റോർ ആവുന്ന സ്പേസാണിത്. ഇത് നല്ല ക്ലീനായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുടെ മെഷീനാണ്. അപ്പോൾ അത് ഒത്തിരി പൊടിയില്ല കേട്ടോ. എനിക്കിവിടെ 4 മെഷീനുണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് പൊടിയൊന്നുമില്ല. നമുക്ക് ഈ സ്പോഞ്ചൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഈ സ്പോഞ്ചിൻ്റെ ഇടക്കോടെ സീക്വൻസ് കല്ല് ഒക്കെ ഉള്ള ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഒരുപാട് നെറ്റിൻ്റെ വർക്കുള്ള മെറ്റീരിയലൊക്കെ തയ്ക്കുമ്പോൾ ഒരുപാട് പൊടി ഇതിനകത്ത് ചാടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡെയിലി തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഈ സ്പോഞ്ചിൻ്റെ മുകളിലിരിക്കുന്ന പൊടികളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇത് എണ്ണയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ അരിപ്പ അടഞ്ഞു പോകും കേട്ടോ. ഇത് ഇതിൻ്റെ അകത്ത് കരട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നതുണ്ടോ. അപ്പോൾ അതിൻ്റെ അരിപ്പയുടെ തുളകളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണം, ഈ അരിപ്പ അടഞ്ഞിരിക്കുന്നുണ്ടോ, അതുപോലെ നൂലുകളൊക്കെ ഇതുപോലെ കയറിയിരിക്കുന്നുണ്ടോ എന്നത്. ഓയിൽ വീഴുന്ന നൂലുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തയ്യലുള്ളവരാണെങ്കിൽ ഇതിങ്ങനെ എന്നും തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഈ അരിപ്പ അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്താൽ മതി. അതുപോലെ ഡെയിലി നമുക്ക് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഷട്ടിലേക്ക് 1-2 തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ ഈ എണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഓയിൽ ക്യാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഡെയിലി ക്ലീൻ ആക്കേണ്ട സ്ഥലമാണ്. ഇതിനകത്ത് ഈ മെഷീനിൽ അങ്ങനെ ക്ലീൻ ചെയ്യണതുകൊണ്ട് അത്ര പൊടിയില്ല കേട്ടോ. അപ്പോൾ പൊടികൾ വളരെ കുറവാണ്. ഇതിപ്പോൾ ഒരു ദിവസത്തെ പൊടിയേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഒരു 9:30 തൊട്ട് വൈകുന്നേരം 5:30 വരെ മെഷീൻ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അതാണ് ഇത്രയും പൊടി ഡെയിലി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാത്ത ഒരു മെഷീനാണ്. ഇതിപ്പോൾ ഒരാഴ്ചത്തെ പൊടിയുണ്ട് കേട്ടോ. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവർ ക്ലീൻ ചെയ്തതാണിത്. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയാണല്ലോ. രാവിലെ വരുമ്പോൾ അവർക്ക് സമയം ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ എന്നും ഞാൻ പറയും രാവിലെ മെഷീൻ ഓണാക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ആ സ്പോഞ്ചിൻ്റെ മുകളിൽ കൂടെയൊക്കെ നിറച്ച് പൊടിയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായതും കണ്ടാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പൊടി ഉള്ളത് നമ്മൾ ഡെയിലി തന്നെ ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവർ വരുമ്പോൾ മറന്നു പോകണതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കണ്ടോ, ഇത് കുറേ ദിവസത്തെ പൊടിയുണ്ട്. ഇതുപോലെ ഷട്ടിലിൻ്റെ ഇടയ്ക്കൊക്കെ നൂല് കയറിയിരിക്കും. ഇതിങ്ങനെ കീറി കട്ടയായിട്ട് ഈ നൂലുകൾ കട്ടയായിട്ട് നല്ല തുണി പോലെ തന്നെ പിടിച്ചു വരും. അപ്പോൾ ഇത് ഷട്ടിലിൻ്റെ ഇടയ്ക്കൊക്കെ കയറി സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് എപ്പോഴും ഇത് ക്ലീനായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് തൈലില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ക്ലീൻ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പാകത്തിന് കട്ടയ്ക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതുണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്താൽ ആ ഷട്ടിലിൻ്റെ ഇടയ്ക്കൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഞാൻ തന്നെയാണ് ഈ വീഡിയോ പിടിക്കുന്നത്. ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഷെയ്ക്ക് വരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അതുപോലെ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതുപോലെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് കിള്ളി എടുക്കാം കേട്ടോ. നല്ല കട്ടയ്ക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ തുണി പോലെ തന്നെ നൂല് കട്ട കൂടി ഇരിക്കുന്നതാണ്. അത് തുണിയായിട്ട് നമുക്ക് കട്ടയായിട്ട് അത് വരും കേട്ടോ. അതപ്പോൾ ഷട്ടിലിൻ്റെ ഇടയ്ക്ക് കയറി സ്റ്റക്കായി പോകും. പിന്നെ സർവീസ് ചെയ്യാൻ ആൾ വരണമെങ്കിൽ നമുക്കൊരു 500 രൂപ കുറഞ്ഞത് കൊടുക്കേണ്ട വരും. അതുപോലെ നമ്മുടെ സൂചിയൊക്കെ ഷട്ടിലിൽ ഇടിച്ചു കൊണ്ട് ഒടിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ പോലും ഷട്ടിലിന് സ്ക്രാച്ച് വീണാലും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സർവീസിങ്ങിന് ഇത് കൊണ്ടുപോക്ക് പാടാണ്. നമ്മളിത് കൊണ്ടുപോകണമെങ്കിൽ വണ്ടി വിളിച്ച് കൊണ്ടുപോകണം. അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ടോപ്പിലൊരു 32 കിലോയോളം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലീനിങ് കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്രയും നമ്മുടെ മെഷീൻ ലാസ്റ്റ് ചെയ്യും. അതുപോലെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും കംപ്ലൈൻറ്റാന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കേണ്ട പോലെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്നും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പല്ല് തേക്കുന്നു, മുഖം കഴുകുന്നു, കുളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മെഷീനും രാവിലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മുടെ വർക്ക് തുടങ്ങാൻ. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന സ്ഥലവും നമ്മുടെ മെഷീനും നമ്മളെപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ബേസ്മെൻറ്റിൽ പൊടികൾ ആവുന്ന സ്ഥലമാണ്. അത് നമുക്കിതുപോലെ വാരിയെടുത്ത് കളയണം. പിന്നെ സ്പോഞ്ചിൻ്റെ മുകളിൽ ഇതുപോലെ ഒരുപാടുണ്ടാവും.
അപ്പോൾ ഈ സീക്വൻസ് വർക്കൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സ്റ്റോണൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി എടുക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണ സമയമായതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഡെയിലി നമ്മൾ ഇതുപോലെ ചെയ്യണം. ഈ സ്പോഞ്ചിൻ്റെ മുകളിലുള്ളതെല്ലാം എടുക്കണം. ഓയിൽ ചാടാണ്ട് എടുത്ത് ക്ലീനാക്കി എടുക്കണം കേട്ടോ. ഓയിൽ ചാടിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പമ്പിൻ്റെ അരിപ്പ അടഞ്ഞു പോകും. അരിപ്പ അടഞ്ഞു പോയാൽ പമ്പിങ് ക്ലിയർ ആയിട്ട് നടക്കത്തില്ല. അപ്പോൾ നമ്മുടെ മെഷീൻ കംപ്ലൈൻ്റ് ആയിപ്പോവും. നല്ല രീതിയിൽ പമ്പ് ചെയ്യണം. പമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഗ്ലാസിൻ്റെ ഒരു അടപ്പുണ്ട്. അവിടെ ഓയിൽ നന്നായിട്ട് അടിച്ച് കയറി വരുന്നുണ്ടോ എന്ന് ഇപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് ലോയുടെ പോയിന്റ് കാണാൻ പറ്റണ്ട. ലോയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ഓയിൽ മാറാറായതുകൊണ്ട് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളത് ചെക്ക് ചെയ്ത് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ ഓയിൽ താഴെ മതി. നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഓയിൽ മതിയിട്ട് ഒരു തവണത്തേക്ക്. അപ്പം നമുക്ക് ആദ്യം കാണിച്ച് മെഷീൻ ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അതിനകത്തൊരു കാന്തം ഉണ്ട് കേട്ടോ, ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ സ്ക്രൂവിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആണിയോ കാര്യങ്ങളൊക്കെ സൂചിയുടെ പോയിൻ്റൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ ഈ മാഗ്നറ്റ് പിടിക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള ഒരു നമുക്ക് എടുത്തു മാറ്റാവുന്ന ഒരു ഒബ്ജക്റ്റാണിത്. അത് മെഷീൻ്റെ എന്തോ റെസ്റ്റ് കാര്യങ്ങളാണ് കേട്ടോ. അതും ഞാൻ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക. അത് ഓയിൽ ചേഞ്ച് ചെയ്യണ സമയത്ത് മാത്രം ഈ ക്ലീനിങ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ ഓയിൽ മാറ്റുന്ന നോബ് അടച്ചു വെച്ചേക്കുന്ന സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു വാൽവുണ്ട്. ആ വാൽവിൽ ഒരു കുപ്പി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ താഴെ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്താൽ നമുക്ക് ഓയിൽ കളക്ട് ചെയ്യാം. അപ്പോൾ വേറെ മെഷീൻ മാറി ഓയിൽ എടുത്തതാണ് ഈ കപ്പിൽ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഓയിൽ ചേഞ്ച് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ അഴിച്ച് മാറ്റുമ്പോൾ തന്നെ ഓയിൽ അതുവഴി നമുക്ക് താഴേക്ക് കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സാധനവും എടുക്കണത് നമുക്ക് ക്ലീനാക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ സ്ക്രൂ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് നമുക്കിത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ചെറിയ തുരുമ്പിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അടിയത്തെ പ്ലേറ്റ് കണ്ടോ, അത് കറ പിടിച്ചിരിക്കുന്നതാണ്. ഈ തുരുമ്പിൻ്റെ കറ പിടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഇളകി വരാത്ത രീതിയിൽ ഉള്ളതാണെങ്കിൽ ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഈ അരിപ്പ അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ ഡെയിലി ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. 6 മാസം കൂടുമ്പോഴാണ് ഈ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. പുതിയ മെഷീനാണ് മേടിക്കണമെങ്കിൽ 4 മാസം കൂടുമ്പോഴെങ്കിലും ആദ്യത്തെ 4 മാസത്തിൽ ഓയിൽ ചേഞ്ച് ചെയ്യണം, പുതിയ മെഷീനാണെങ്കിൽ. അല്ലാതെ ഓയിൽ ചേഞ്ച് ചെയ്യണം ഒരു 6 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഓയിലിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ കറുത്ത് വരുമല്ലോ, അന്നേരം മാറിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ അരിപ്പയുടെ 3 സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ അരിപ്പയുടെ ഈ കവറിങ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു വട്ടത്തിൽ ചെറിയൊരു കവറിങ് ഉണ്ട്. അത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്നിങ്ങനെ പൊക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അരിപ്പ മുഴുവനായിട്ടും ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നതുണ്ടോ, അതപ്പോൾ അതിൻ്റെ അരിപ്പയുടെ തുളകളെല്ലാം അടഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് നമ്മുടെ ടൂത്ത് ബ്രഷൊക്കെ പഴയത് ആയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കതൊന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഈ അതിൻ്റെ നോബുകളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി സോപ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി ചെയ്യേണ്ട കാര്യമല്ല, ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കഴുകിയെടുക്കേണ്ടതാണ്. അതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തുളകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, അടഞ്ഞുപോയ പോർട്സൊക്കെ ഓപ്പണാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ക്ലീനാക്കി തുടച്ചെടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ അരിപ്പ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അരിപ്പ ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് അതിൻ്റെ ഉള്ളിലൊരു അടപ്പുണ്ടായിരുന്നല്ലോ, അത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അരിപ്പ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ആദ്യമേ മുകളിൽ ഒരു വെട്ടുണ്ട്, ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഒരു വാൽവ് കണ്ടോ, അത് ഇതുപോലെ ഒരു വാൽവിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ടാണല്ലോ എടുത്തത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് റൈറ്റിലേക്ക് പതുക്കെ ഒന്ന് ജസ്റ്റ് പൊക്കുക. കണ്ടോ, ലോക്കായി. ഇതിങ്ങനെ അഴിക്കുക, ഇങ്ങനെ വെക്കുക. അപ്പോൾ അഴിക്കാൻ നേരത്ത് നമ്മൾ ഇടത്തേക്ക് തിരിച്ച് അഴിച്ചെടുക്കുക. അതുപോലെ മുകളിലത്തെ ആ നോബിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മുകളിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കുക. അങ്ങനെ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സ്യൂട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രൂ 3 അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ 3 സ്ക്രൂ ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ അരിപ്പയും കൂടി ക്ലീൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഓയിൽ ഫുള്ളായിട്ട് നമുക്ക് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രത്തിലേക്ക്. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഭാഗത്ത് ഇവിടെ കറ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ കുത്തി ഇളക്കി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഒറിജിനൽ കളറ് നല്ല വൈറ്റ് കളറാണ്. അപ്പോൾ അത് കുത്തി ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇളക്കി ഇട്ടാൽ കഴിഞ്ഞാൽ അത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം. പൊടി ഉണ്ടാവാൻ പാടില്ല. പൊടി ഉണ്ടെങ്കിൽ അത് അരിപ്പ വഴി നമുക്ക് മുകളിലേക്ക് പമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം പൊടിയില്ലാതെ ക്ലീനായിട്ട് 2-3 വേസ്റ്റ് തുണി വെച്ച് ഇതുപോലെ ഒപ്പിയെടുക്കണം കേട്ടോ. എണ്ണയുടെ വേസ്റ്റും അതുപോലെ പൊടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും. അതുപോലെ അവിടെ ഒരു ചെറിയ കുഴിയുണ്ട്, അതിനകത്ത് ഓയിൽ ഉണ്ടാവും. എപ്പോഴും ഓയിൽ നിറഞ്ഞു കിടക്കണമല്ലേ. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന വേസ്റ്റും പൊടി ഓയിലും ഒക്കെ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കി നമുക്കെടുത്ത് ക്ലീനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തം ക്ലീനാക്കി ഒരു 2-3 തുണി മാറി തുടച്ചെടുക്കുക കേട്ടോ. തുടച്ച് ക്ലീനാക്കി എടുക്കുക. ഇനി നമുക്ക് അതിനകത്തുള്ള ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, അതെടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് 3 പീസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ആ മെഷീൻ്റെ ആ ഷേപ്പിന് തന്നെ. അപ്പോൾ ആ സ്പോഞ്ച് ഇരിക്കുന്ന ഭാഗവും അതും എടുത്തിട്ട് അവിടുത്തെ പൊടികളെല്ലാം തൂത്ത് തുടച്ച് എടുക്കുക. അപ്പോൾ മൊത്തം പൊടികളും വൈപ്പ് ചെയ്ത് തുണി വെച്ച് എടുക്കുക കേട്ടോ. ഈ സ്ക്രൂ അഴിച്ചെന്ന് ഓർത്ത് ലീക്ക് ആകുമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ 6 മാസം കൂടുമ്പോഴല്ലേ അഴിക്കുന്നുള്ളൂ. അത് ഒരു പ്രാവശ്യം അഴിച്ച് അതപ്പം തന്നെ ടൈറ്റാക്കി മുറുക്കി വെക്കുമല്ലേ, അങ്ങനെ ലീക്ക് ആകത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും ചെയ്യണതാണ്. എനിക്ക് 5-8 വർഷത്തോളമായി പവർ മെഷീൻ ഞാൻ മേടിച്ചിട്ട്. ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ സ്പോഞ്ചും തുടച്ചെടുക്കുക. സ്പോഞ്ച് തുടച്ച് ക്ലീനാക്കുന്ന സമയത്ത് സ്മൂത്തായിട്ട് ചെയ്യണം. സ്പോഞ്ച് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ക്ലീനാക്കണം. അതിന് ശേഷം അത് അതുപോലെ തന്നെ കറക്റ്റ് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളാകെ തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒരു പൊടി പോലും ഇല്ലാണ്ട് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഓയിൽ 1 ലിറ്ററിൻ്റെ കുപ്പിക്ക് 100 ചില്ലാനും രൂപയാണ്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ 2 മെഷീന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം സ്ക്രൂ ഇട്ട് കൊടുത്ത് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മാഗ്നറ്റ് അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാഗ്നറ്റ് നമുക്ക് എന്തെങ്കിലും ആണിയോ തുരുമ്പോ സൂചിയുടെ കഷ്ണങ്ങളൊക്കെ ചാടിയാൽ നമുക്കതിനകത്ത് മാഗ്നറ്റ് പിടിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കുപ്പി ഓയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നമുക്ക് മേടിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ക്രൂ ഒക്കെ ടൈറ്റാക്കി മുറുക്കി അതുപോലെ മാഗ്നറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഒരു പൊടി പോലും ഇല്ലാതെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈന്ന് കാണിക്കുന്ന ആ പോയിൻറ്റിൻ്റെ ആ ലെവൽ വരെ മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പകുതിയോളം മതി കേട്ടോ നമുക്ക്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പമ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നു, അതിൻ്റെ അടപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് ഊരി ഇതുപോലെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ കറ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ കയറി വന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് തുറന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ഒരു തുണി ഇട്ട് ഇതുപോലെ ക്ലീനാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ ഭാഗം. നമ്മൾ നൂല് ബോബിനെ ചുറ്റിയെടുക്കുന്ന ഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട് ബോബിൻ കറങ്ങുന്നില്ല എന്ന്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയില്ലാത്ത കൂട്ടുകാരുണ്ടാവും, അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3 സ്ക്രൂ അഴിച്ചെടുക്കണം. അന്നേരം നമുക്ക് ഈ മൊത്തത്തിലുള്ള ഈ സംഭവം പൊക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മുടെ ബോബിനയിൽ നൂല് ചുറ്റുന്നതാണ്. അതിൻ്റെ ഏറ്റവും താഴെ കണ്ട ഒരു കറുപ്പ് കളറ് ഈ ഒരു ബുഷാണ് കേട്ടോ, റബ്ബർ ബുഷാണിത്. ഇത് നമുക്ക് സെപ്പറേറ്റ് മേടിച്ചെടുക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ബോബിനയിൽ നൂല് ചുറ്റുന്ന സമയത്ത് ബോബിൻ കറങ്ങാതെ വരികയാണെങ്കിൽ ഇതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, ഈ ബുഷ് പൊട്ടിപ്പോയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ കറങ്ങാതെ വരുമ്പോൾ നമുക്ക് സർവീസ് ചെയ്യാനൊന്നും ആളെ വിളിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ അഴിച്ച് നോക്കുക ബുഷ് പൊട്ടിപ്പോയതാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബുഷ് മെഷീൻ്റെ പാർട്സ് മേടിക്കുന്ന കടയിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മെഷീൻ വളരെ നാൾ കംപ്ലൈൻ്റ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു വെളുത്ത പ്ലാസ്റ്റിക്കിൻ്റെ, അതിൻ്റെ ഉള്ളിൽ നൂല് കെട്ടുകൂടിയാലും അത് കറങ്ങാതെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് എപ്പോഴും
ക്ലീനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഓയിലെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പവർ ഓണാക്കി നല്ല സ്പീഡിൽ കുറച്ച് നേരം പമ്പ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സ്പീഡിൽ ചവിട്ടണം. സ്പീഡ് കുറച്ചും കൂട്ടിയൊക്കെ ചവിട്ടി എല്ലായിടത്തും കുറേ നേരമായിട്ട് ഓയിലില്ലാതിരിക്കുമല്ലേ, അപ്പോൾ എല്ലായിടത്തും ഓയിൽ ഇതുപോലെ പമ്പ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പമ്പിങ് നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഓയിൽ മുകളിലേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.